സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മാനേജ്മെന്റ് ആണ്. അതിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് അഥവാ TQM എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്. മാനേജ്മെന്റിലെ അപ്രോച്ചസ് അത് മെച്ചപ്പെടുത്തിക്കൊണ്ട് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ മാനേജ്മെന്റിന്റെ ആദ്യകാലം തൊട്ട് തന്നെ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പല മാനേജ്മെന്റ് അപ്രോച്ചസിനെ പറ്റി ഇതിനോടകം തന്നെ പഠിച്ചിട്ടുണ്ട്. ഈ മാനേജ്മെന്റ് അപ്രോച്ചസിന്റെ എല്ലാം തന്നെ ലക്ഷ്യം എന്ന് പറയുന്നത് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല പ്രോഡക്റ്റ്, നല്ല സർവീസ് ലഭ്യമാക്കുക എന്നുള്ളതൊക്കെയാണ്. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്രോച്ചാണ് ഈ TQM എന്ന് പറയുന്നത്, അഥവാ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം എന്താണ് TQM എന്ന് നോക്കാം. Total quality management is a philosophy and management approach that emphasizes continuous improvement in all aspects of an organization's operation. It focuses on delivering high quality products and services that meet or exceed customer expectation. ഈ മീനിങ്ങിൽ നിന്ന് രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ആദ്യം പഠിക്കണം. ഈ TQM എന്താണ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സംഗതി കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് ഓപ്പറേഷൻ. ഒരു സ്ഥാപനത്തിന്റെ, ഒരു ഓർഗനൈസേഷന്റെ എല്ലാ മേഖലകളിലും പുരോഗതി കൊണ്ടുവരിക, തുടർച്ചയായി പുരോഗതി കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ അപ്രോച്ചിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി രണ്ടാമതായി ഈ TQM ലക്ഷ്യം വെക്കുന്നത് എന്താണ്? Delivering high quality products and services that meet or exceed customer expectation. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് TQM ലക്ഷ്യം വെക്കുന്നത്. ഒന്നാമത്തത് നമ്മളിപ്പോൾ കണ്ടതുപോലെ എല്ലാ മേഖലകളിലും, ഓർഗനൈസേഷന്റെ എല്ലാ മേഖലകളിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള, തുടർച്ചയായിട്ടുള്ള ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. രണ്ടാമത്തത് കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറവുമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ് ഈ TQM എന്ന് പറയുന്ന അപ്രോച്ചിന്റെ രണ്ടാമത്തെ ലക്ഷ്യം. രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. TQM എന്ന് പറയുന്നത് അതൊരു മാനേജ്മെന്റ് ഫിലോസഫിയാണ്, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് അപ്രോച്ചാണ്. ആ അപ്രോച്ചിൽ ഉൾപ്പെടുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആ ഓർഗനൈസേഷന്റെ എല്ലാ മേഖലകളിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായ പുരോഗതി ഉറപ്പുവരുത്തുക. അതുവഴി രണ്ടാമത്തെ കാര്യം, ഡെലിവറിങ് ഹൈ പ്രോഡക്ട്സ് ഓർ സർവീസസ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സ് പ്രതീക്ഷിക്കുന്നതോ ഒരുപക്ഷെ അതിനേക്കാൾ അപ്പുറമോ ആയിട്ടുള്ള നല്ല സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റുകൾ നൽകിക്കൊണ്ട് അവരെ തൃപ്തരാക്കുക. ഇതാണ് ഈ TQM ഉൾപ്പെടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് TQM പ്രധാനപ്പെട്ട ചില തത്വങ്ങളെ കുറിച്ചാണ്, പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ കസ്റ്റമർ ഫോക്കസ് എന്നുള്ളതാണ്. പ്രയോറിറ്റൈസിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് മീറ്റിംഗ് ദെയർ നീഡ്സ്. നമ്മൾ ആ മീനിങ് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് മനസ്സിലാക്കിയതാണ്. കസ്റ്റമേഴ്സ് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ല പ്രോഡക്റ്റുകളും സർവീസുകളും, ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റും സർവീസും ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം TQM ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്താണ്? കസ്റ്റമർ ഫോക്കസ്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളിലേക്ക് പോകാം, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. അത് നമ്മൾ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പഠിച്ചതാണ് അല്ലെ. TQM ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ആ ഓർഗനൈസേഷന്റെ എല്ലാ മേഖലകളിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള, തുടർച്ചയായിട്ടുള്ള പുരോഗതി കൊണ്ടുവരിക, കാര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് TQM ലക്ഷ്യം വെക്കുന്ന രണ്ടാമത്തെ കാര്യം. അത് തന്നെയാണ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്, സ്ട്രൈവിംഗ് ഫോർ കോൺസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ എല്ലാ മേഖലകളിലും കോൺസ്റ്റന്റ് ആയിട്ടുള്ള, തുടർച്ചയായിട്ടുള്ള മെച്ചപ്പെടുത്തലുകൾ വരുത്തിക്കൊണ്ടേ ഇരിക്കുക. അടുത്തത് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. എംപ്ലോയീസിനെ എന്ത് ചെയ്യുക? ഇൻവോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏത് കാര്യത്തിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്? എൻഗേജിങ് എംപ്ലോയീസ് അറ്റ് ഓൾ ലെവൽസ് ഇൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എഫേർട്സ്. വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് എഫേർട്സിലല്ല എംപ്ലോയീസിനെ ഇൻവോൾവ് ചെയ്യുന്നത്, പകരം എല്ലാ മേഖലകളിലും നിലവാരം വർദ്ധിപ്പിക്കാനുള്ള പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുന്ന പ്രോസസ്സുകളിൽ ആരെയും കൂടെ ഉൾപ്പെടുത്തുന്നു? എംപ്ലോയീസിനെ കൂടെ ഉൾപ്പെടുത്തുന്നു. അപ്പൊ എംപ്ലോയീസിനെ എൻഗേജ് ചെയ്യുകയാണ്
മാനേജ്മെന്റിലെ എല്ലാ ലെവലുകളിലും. പക്ഷെ എന്തിനു മാത്രമാണ് എല്ലാ ലെവലുകളിലും ഉൾപ്പെടുത്തുന്നത്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ മാത്രം. അപ്പൊ അത് തന്നെയാണ് ഏറ്റവും TQM ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, കോൺസ്റ്റന്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അങ്ങനെ ഇംപ്രൂവ്മെന്റ് വരുത്തുമ്പോൾ അതിൽ ആരെ കൂടി ഉൾപ്പെടുത്തണം? എംപ്ലോയീസിനെ കൂടി ഉൾപ്പെടുത്തണം എന്നാണ് TQM പറയുന്നത്. ഇനി അടുത്ത ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രോസസ് ഇംപ്രൂവ്മെന്റ് ആണ്. അപ്പൊ നമ്മളിവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞു. അതിൽ എന്ത് ഉൾപ്പെടുന്നുണ്ട്? എന്താണ് ശരിക്കും ഇംപ്രൂവ് ചെയ്യേണ്ടത്? ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, പ്രക്രിയകൾ നടക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ നടക്കുന്ന എല്ലാ പ്രക്രിയകൾക്കും എന്ത് വേണം? ഇംപ്രൂവ്മെന്റ് വേണം. എങ്ങനെയാണ് ഇംപ്രൂവ്മെന്റ് വരുത്താൻ കഴിയുക? എന്ത് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഇംപ്രൂവ് ചെയ്യാം? അതാണ് പറയുന്നത് ടു എലിമിനേറ്റ് വേസ്റ്റ് ആൻഡ് ഡിഫക്ട്സ് അല്ലേ? വേസ്റ്റേജ് പരമാവധി ഒഴിവാക്കിക്കൊണ്ട്, ഡിഫക്റ്റുകൾ പരമാവധി കുറച്ചുകൊണ്ട്, എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പ്രോസസ്സിന്റെ കാര്യക്ഷമത എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കുക. അത് TQM ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതാണ് ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിംഗ്. നമുക്കറിയാം ഇപ്പോഴത്തെ ആധുനിക കാലത്തെ എല്ലാ ഡിസിഷൻസും ഏറ്റവും എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ കഴിയണമെങ്കിൽ എടുക്കുന്ന ഡിസിഷൻസിനെല്ലാം നല്ല അടിസ്ഥാനം വേണം. ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റയാണ് അല്ലേ? ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻസിന് ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. TQMന്റെ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. TQMന്റെ ഒരു ഫീച്ചർ, ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നതും അതാണ്. യൂസിങ് ഡേറ്റ ആൻഡ് മെട്രിക്സ് ടു മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. ഒരു ഓർഗനൈസേഷന് ഏറ്റവും നല്ല ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഡേറ്റ ഡ്രിവൺ ആയിട്ടുള്ള, ഡേറ്റയുടെ ബാക്കിംഗ് ഉള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് അവർക്ക് സാധിക്കണം. ഇതാണ് TQMന്റെ മറ്റൊരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് സപ്ലയർ പാർട്ട്ണർഷിപ്സ്. ഇപ്പൊ നമ്മൾ പല ആളുകളെ ഇൻവോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇപ്പൊ നമ്മൾ നേരത്തെ എംപ്ലോയീസിനെ ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന എഫേർട്ടിലെ മാനേജ്മെന്റ് എല്ലാ ലെവൽസിലും എംപ്ലോയീസിനെ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു അല്ലേ? അതുപോലെ തന്നെ പറയുന്നു സപ്ലയേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തണം. എന്താണ് ഈ സപ്ലയേഴ്സിന്റെ പ്രസക്തി? അവരെയും കൂടെ ഇൻവോൾവ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിൽഡിംഗ് സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് സപ്ലയേഴ്സ് ടു എൻഷുർ ക്വാളിറ്റി ഇൻപുട്സ്. അതാണ് അതിന്റെ കാര്യം, എൻഷുർ ക്വാളിറ്റി ഇൻപുട്സ്. ഇപ്പൊ ഒരു ഫാക്ടറിയിലേക്ക് റോ മെറ്റീരിയൽസ് തരുന്നത് ഈ സപ്ലയേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പൊ ഈ സപ്ലയേഴ്സുമായിട്ടൊരു നല്ല ബന്ധം നിലനിർത്തിക്കൊണ്ട് അവരിൽ നിന്ന് ഏറ്റവും നല്ല നിലവാരമുള്ള റോ മെറ്റീരിയൽസ് ഇൻപുട്ടായിട്ട് സ്വീകരിക്കാനായിട്ട് ഒരു ഓർഗനൈസേഷൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ മേഖലകളിലും ഇംപ്രൂവ്മെന്റ് വരുത്താനാണ് ശ്രമിക്കുന്നത്. എല്ലാ മേഖലകളിലും ക്വാളിറ്റി കൊണ്ടുവരാനാണ് TQM ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻപുട്ടിന്റെ കാര്യത്തിൽ, അതായത് റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ കാര്യത്തിലും അവരുമായി ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്വാളിറ്റി ഇൻപുട്സ് എൻഷുർ ചെയ്യാനായിട്ട് TQM പറയുന്നു. ഇത്രയാണ് TQMന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവ്യൂ ചെയ്യാം. TQM ഫോക്കസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കസ്റ്റമറാണ്. കസ്റ്റമറിന് ഏറ്റവും നല്ല പ്രോഡക്റ്റ്, നല്ല സർവീസ് ഓഫർ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് TQM ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്, തുടർച്ചയായിട്ടുള്ള പുരോഗതി, മെച്ചപ്പെടുത്തലുകൾ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം എന്നാണ് TQM പറയുന്നത്. അടുത്തത് എംപ്ലോയി ഇൻവോൾവ്മെന്റ്. ഇത് ഏതെങ്കിലും ഒരു മേഖലയിൽ മാനേജ്മെന്റിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിലുള്ളവർ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. എല്ലാ മേഖലകളിലും എംപ്ലോയീസിനെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഈ ഇംപ്രൂവ്മെന്റ് എഫേർട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അടുത്തതാണ് പ്രോസസ് ഇംപ്രൂവ്മെന്റ്. പ്രക്രിയകൾ, ഒരു ഓർഗനൈസേഷനിൽ നടക്കുന്ന പ്രോസസ്സിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ് വർദ്ധിപ്പിക്കേണ്ടത്? എന്ത് എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ്? വേസ്റ്റും ഡിഫക്ട്സും എലിമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. ഇനി അടുത്തത് ഡിസിഷൻ എടുക്കുന്നത് എന്തിന്റെ ബേസിലായിരിക്കണമെന്നാണ് TQM പറയുന്നത്? ഡേറ്റയുടെ ബേസിൽ, സോളിഡ് ആയിട്ടുള്ള ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഡിസിഷൻസ് എടുക്കേണ്ടതെന്ന് പറയുന്നു. ഇനി അവസാനമായിട്ട് സപ്ലയർ പാർട്ട്ണർഷിപ്സ്. എല്ലാ മേഖലകളിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവണം. അപ്പോൾ അവിടെ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിറ്റി ഇൻപുട്സ് ഉറപ്പാക്കണമെങ്കിൽ സപ്ലയേഴ്സുമായിട്ടും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടെന്നാണ് TQM പറയുന്നത്.